ऐसे एक साथ मिलने के लिए प्रभु ने दिए हुए इस अवसर के लिए मैं प्रभु का धन्यवाद देता हूँ। എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. सब लोग बहुत ही कंसंट्रेशन के साथ बने रहे, ध्यान के साथ बैठे. ആഴ്ചകൾ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ ചിന്തിക്കുവാൻ ഒക്കെ പോവുകയാണ്. हम कुछ हफ्ते कुछ खास प्रत्येक टॉपिक के बारे में चिंता करने के लिए पढ़ने के लिए जा रहे हैं. കുറച്ച് ആഴ്ചകൾ നമുക്ക് ഒന്നിച്ചായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. मैं आशा करता हूँ कि हम कुछ हफ्ते एक साथ बने रहें. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവം നമ്മളെ നല്ലവണ്ണം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ ആഴമേറിയ വെളിപ്പാടുകൾ ലഭിക്കുന്നതിന് വേണ്ടി, ദർശനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നടത്തുന്നതിന് വേണ്ടി ഒക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. हम बहुत प्रार्थना के साथ बने रहें कि वचन की गहराइयों को हम पढ़ सके, सीख सके, नए नए प्रकाशन को प्रभु हमें दे सके. ऐसी प्रार्थना के साथ हम बैठे रहे. കഴിഞ്ഞ ദിവസം പ്രിയ ബ്ലസൻ പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അതിന് പ്രകാരം ഞാൻ അതിന് സമ്മതിച്ചു. കർത്താവിന്റെ വരവ് എന്നുള്ള വിഷയം, കർത്താവിന്റെ ഉൽപ്രാവണം അല്ലെങ്കിൽ വീണ്ടും വരവ്, രണ്ടാം വരവ് എന്നുള്ള ആ വിഷയത്തോട് ചേർന്നാണ് നമ്മൾ പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത്. पिछले दिन ब्लसन पास्टर ने मुझसे ऐसे कहा तो मैंने उसके लिए हाँ कहा. और अभी हम आगे प्रभु के दूसरे आगमन के बारे में हम कुछ हफ्ते सीखने या पढ़ने जा रहे हैं, देखने जा रहे हैं. ആദ്യമായി പ്രിയ ബ്ലസൻ പാസ്റ്റർ കുടുംബം, അതുപോലെ തന്നെ ഈ IJM മിനിസ്ട്രിയിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവർക്കും ഉള്ള നന്ദിയെ, എന്റെ വന്ദനത്തെ ഒക്കെ അറിയിക്കുന്നു. ആദ്യമായി सबसे पहले पास्टर ब्लसन, उनके परिवार, उनके सब टीम मेंबर्स जो भी आज जुड़े हैं, सब भाई बहनों को, सबको मैं अपना धन्यवाद देना चाहता हूँ. ഓക്കെ, താങ്ക് യു. ഞാൻ എപ്പോഴാണ് നിർത്തേണ്ടത്? Till 8 o'clock you have time, Pastor. 8 വരെ സമയമുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ചോദിച്ചത് ആർക്കെങ്കിലും പെട്ടെന്ന് വല്ല പോകേണ്ടതായ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. സൂമിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. നമ്മുടെ വീടുകളിലാകുമ്പോൾ പല സാധനങ്ങൾ, പല വ്യക്തികൾ ഒക്കെ നമ്മുടെ ചുറ്റുപാടും വരും. ചിലപ്പോൾ മമ്മി പപ്പ എന്തെങ്കിലും, ചിലപ്പോൾ മമ്മി അടുക്കളയിൽ എന്തെങ്കിലും ഡിഷ് അല്ലെങ്കിൽ ഡിന്നർ ഒക്കെ ഉണ്ടാക്കുന്ന സമയം നല്ല മണം വരുന്ന എന്റെ മനസ്സ് അതുവഴി ഇതുവഴി പോകരുത്. വളരെ പ്രാർത്ഥന. നമ്മൾ വലിയ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് പഠിക്കുവാൻ തുടങ്ങുന്നത്. हम बहुत ही ध्यान के साथ बैठे रहे, जूम में है सोचकर आगे पीछे ध्यान ना भटकाए. कहीं मम्मी किचन में कुछ खाना बना रही हैं, उसका खुशबू आते ही वहां दौड़ के ना चले जाए. बहुत ही ध्यान के साथ, प्रार्थना के साथ हम जो भी सीख रहे हैं, पढ़ रहे हैं, उसकी ओर ध्यान लगाते हुए बैठे रहे. मैं बीच में शायद प्रश्नों को भी पूछ सकता हूँ, तो आप लोगों को उसको उत्तर भी देना पड़ेगा, इसलिए ध्यान से बैठे. ഓക്കെ, ഞാനും ഇച്ചിരി ഡിസ്റ്റർബായി. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി പണി നടക്കുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞില്ല. അവിടെ എന്താ പറയുക, ഒരു പുറകിൽ കുറച്ച് ടൈൽസിന്റെ ഒക്കെ വർക്കുകൾ നടക്കുന്നത്. അപ്പൊ അതിന്റെ കട്ടിങ്ങിന്റെ ഒക്കെ ശബ്ദമുണ്ട്. അതുകൊണ്ട് രാവിലെ മുഴുവൻ കുറച്ച് സമയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും കൂടുതൽ സമയമായിട്ട് അതിലൊന്ന് വളരെ ഏകാഗ്രതയോടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കുക. मेरे यहाँ भी कुछ थोड़ा परेशानियां, कुछ घर के काम वगैरह चल रहा है, तो उसका आवाज वगैरह होने के कारण थोड़ी परेशानियां थी. मैंने सुबह थोड़ी देर प्रार्थना में बैठा, लेकिन तब भी उतना जितना मैं करना चाहता था नहीं कर पाया, लेकिन फिर भी हम प्रार्थना के साथ बैठे रहेंगे. നമ്മള് ഇനിയുള്ള ദിവസങ്ങളിലെയൊക്കെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ഭാഗം ഞാൻ എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ഞാൻ ആ ഭാഗത്ത് നിന്ന് ഒത്തിരി പറയുന്നില്ല.
ഇതായിരിക്കും നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായി വായിക്കപ്പെടുന്ന ആ ഒരു കുറിവാക്യം. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ പല ഭാഗങ്ങളിലേക്ക് ചിന്തിക്കും. അത് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 തൊട്ട് അതിന്റെ 18 വരെയുള്ള ഭാഗങ്ങളാണ്. आगे के हमारे दिनों के जो क्लासेस हैं उसके लिए एक वचन को हम पढ़ेंगे, उसके आधार पर मैं आगे की क्लास को लूंगा। लेकिन आज उस वचन से मैं ज्यादा नहीं बोलूंगा, तो भी हमारा आधार इस वचन के अनुसार होगा। पहला तेस्सलोनियन चैप्टर 4 चौथी अध्याय 13 to 18 13 से लेके 18 तक। हे भाइयों, हे भाइयों, हम नहीं जानते कि तुम उनके विषय में जो सोते हैं अज्ञानी रहो। ऐसा न हो कि तुम दूसरों के समान शोक करो जिन्हें आशा नहीं, क्योंकि यदि हम विश्वास करते हैं कि यीशु मरा और जी भी उठा, तो वैसे ही परमेश्वर भी उन्हें जो यीशु में सो गए हैं उसी के साथ ले आएगा। क्योंकि हम 18 तक पढ़ गए, 18 तक पढ़ना है। ठीक है। क्योंकि हम प्रभु के वचन के अनुसार तुमसे यह कहते हैं कि हम तो जो जीवित हैं और प्रभु के आने तक बचे रहेंगे, सोए हुए में से कभी आगे ना बढ़ेंगे, क्योंकि प्रभु आप ही स्वर्ग से उतरेगा। उस समय ललकार और प्रधान दूत का शब्द सुनाई देगा और परमेश्वर की तुरही फूंकी जाएगी, और जो मसीह में मरे हैं वे पहले जी उठेंगे। तब हम जो जीवित हैं और बचे रहेंगे उनके साथ बादलों पर उठा लिए जाएंगे कि हवा में प्रभु से मिलें, और इसी रीत से हम सदा प्रभु के साथ रहेंगे। इस प्रकार इन बातों से एक दूसरे को शांति दिया करो। ओके, ശരിക്കും ആ ഭാഗം തുടങ്ങുന്നത് അതിന്റെ 3-ാം അധ്യായം 13-ാം വാക്യം മുതലാണ്. सच में इसका जो भाग का आरंभ जो है वो 3रा अध्याय उसके 13 से 13वां से लेके शुरू होता है। അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, അങ്ങനെ തന്റെ സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധിയിൽ കുറ്റമില്ലാത്തവരായി നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ സ്ഥിരപ്പെടട്ടെ എന്നാണ് ആ വാക്യം. യേശുവിന്റെ വരവിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞിട്ട് അവിടെ തുടങ്ങിയാണ് അതിന്റെ പറഞ്ഞോളൂ. उसके 3 के 13 में लिखा गया है, ताकि वह तुम्हारे मनों को ऐसा स्थिर करे कि जब हमारा प्रभु यीशु अपने सब पवित्र लोगों के साथ आए तो वह हमारे परमेश्वर और पिता के सामने पवित्रता में निर्दोष ठहरे। തുടർന്ന് 4-ാം അധ്യായം ഇങ്ങനെ പറഞ്ഞു വന്ന് 13 മുതൽ 18 വരെയുള്ള അതിന്റെ പ്രത്യാശയെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് മരിച്ചുപോയ വിശ്വാസികൾക്കും ജീവനോട് ശേഷം ഇരിക്കുന്ന വിശ്വാസികൾക്കുമുള്ള പ്രത്യാശയെ കുറിച്ചാണ് നമ്മളിപ്പോ വായിച്ച ഭാഗങ്ങളിൽ കാണുന്നത്. उसके बाद जो 4th अध्याय में हम पढ़ते आते समय 13 से लेकर 18 तक जो लिखा गया है, वो जो मरे हुए विश्वासी लोग और जो जीवित हैं उनके लिए जो आशा है उसके बारे में बताया गया है. വലിയൊരു പ്രത്യാശ, വലിയൊരു ആശ, ഒരു പ്രത്യാശ ആണ് അവിടെ നിഴലിക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു മരിച്ചവർക്കും ജീവനോട് ഇരിക്കുന്നവർക്കുമുള്ള പ്രത്യാശയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. बहुत ही बड़ा एक आशा, जो जीवित लोग हैं और जो मरे हुए विश्वासी लोग हैं उनके लिए बहुत ही बड़ा आशा के बारे में उधर लिखा गया है. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ എന്തുവാ? क्रिस्तु मसीही जीवन का जो आशा क्या है, എന്തായിരിക്കും? क्या है, कोई बता सकता है? ഏറ്റവും അതായത് ഇപ്പൊ നമ്മൾ വായിച്ച പോലെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്
ഏറ്റവും വലിയ പ്രത്യാശ, വലിയ ആശ എന്ന് പറയുന്നത് അവന്റെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ്. യേശുവിന്റെ കൂടെ ആയിത്തീരുക, യേശുവിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. मसीही लोगों का बहुत बड़ा एक आशा क्या है कि उसके साथ हम बने रहें, उनके साथ हम प्रभु यीशु मसीह के साथ हम बने रहें. അല്ലെ, ഈ പറയുന്നതിന്റെ യേശുവിന്റെ കൂടെ എനിക്ക് പോണം, യേശുവിനോട് കൂടെ നടക്കണം, യേശുവിനോട് ചേർന്ന് ഇരിക്കണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. मसीही जीवन का बहुत बड़ा आशा बोले तो यही है कि हम प्रभु यीशु मसीह के साथ बने रहे, उनके साथ चले, उनके साथ रहे. അതിന്റെ 4-ാം അധ്യായം 17-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നത്, പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒന്നിച്ച് അവരോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. 4 के 17 और 18 में लिखा गया है, तब हम जो जीवित और बचे रहेंगे उनके साथ बादलों पर उठा लिए जाएंगे कि हवा में प्रभु से मिले, और इस रीति से हम सदा प्रभु के साथ रहेंगे. इस प्रकार इन बातों से एक दूसरे को शांति दिया करो. അവനോട് കൂടെ ആയിരിക്കുക, അതായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ കേന്ദ്രം. നമ്മൾ പഠിക്കാൻ പോകുന്നതും ചിന്തിക്കുന്നതും ഈ വിഷയം തന്നെയായിരിക്കും. प्रभु के साथ बने रहे. हमारे जो क्लास का मुख्य जो आधार है वो यही है कि प्रभु में बने रहे. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വല്ല ആശയമുണ്ടോ? അതല്ല എന്ന് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. आप किसी को इसके अलावा और कोई आशा है करके किसी को बोलना है तो आप बोल सकते हैं. ക്രിസ്ത്യാനിയായത്, യേശുവിന്റെ പുറകെ പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വേറെ വല്ലതും കണ്ടിട്ടാണെങ്കിൽ ഒന്ന് പറയാം, നമുക്കും പഠിക്കാമല്ലോ അല്ലെ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം ആ വിഷയത്തെ കുറിച്ച്. അതുകൊണ്ട് आप मसीह के साथ बने हैं या मसीह के साथ चल रहे हैं, कुछ और आशा के साथ हैं तो आप बता सकते हैं, हम उसके बारे में भी चिंता करेंगे. വേറെ എന്തെങ്കിലും പ്രത്യാശ ഉണ്ടോ നിങ്ങൾക്ക്? വല്ല ആശ? और कोई आशा है किसी को इसके अलावा? ആർക്കും ഇല്ല ഒന്നും? किसी को भी नहीं? എനിക്ക് ഒറ്റ ആശയേ ഉള്ളൂ. मुझे बस एक ही एक आशा है. എത്രയും വേഗം യേശുവിനോട് കൂടെ പോണം. जितनी भी जल्दी हो सके प्रभु यीशु मसीह के साथ चलो, उनके पास. അടുത്ത മിനിറ്റുകളിലാണെങ്കിലും അത്രയും സമയത്തിനുള്ളിൽ എനിക്ക് ചെല്ലാൻ പറ്റും. അതാണ് എന്നെ ഭരിക്കുന്നത്, എന്നെ ഈ മുമ്പോട്ട് തള്ളുന്നത്, ഉത്തേജിപ്പിക്കുന്നത്. എത്രയും വേഗം യേശുവിനോട് കൂടെ പോവുക, അതല്ലാതെ വേറെ ഒന്നും എന്നെ ഭരിക്കുന്നില്ല. वो चाहे नेक्स्ट सेकंड में भी हो, जल्द ही जल्द, जितना जल्द हो सके प्रभु यीशु मसीह के साथ में चले जाओ. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായത്, ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, നീ ഒരു ക്രിസ്ത്യാനിയാണ്, എന്താണ് നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ ഗോൾ, ഏറ്റവും വലിയ ആശയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉത്തരം പറയുന്നത്? तुम एक क्रिश्चियन हो करके अगर कोई आपको पूछे कि आपका बहुत बड़ा गोल क्या है तो आप क्या बोलेंगे? അതെ, എനിക്ക് ഇവിടെ വലിയൊരു അംബാനി ആകണം, मुझे बहुत बड़ा अंबानी बनना है, അല്ലെ അദാനി ആകണം, अदानी बनना है, അല്ലെ മോദി ആകണം, मोदी जी बनना है. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? ऐसा किसी को कोई इच्छा है? തെറ്റൊന്നുമില്ല, നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ തുടക്കം എന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വേറൊരു ഭാഗത്തിലേക്ക് നമുക്കിപ്പോ ചിന്തയെ കൊണ്ടുവരാം. ഞാൻ ഇപ്പം ഒരാൾ വന്ന് നിങ്ങളെ പിടിച്ചിട്ട്, എന്താണ് നിന്റെ ഏറ്റവും വലിയ ഗോൾ, നിന്റെ ലക്ഷ്യം, നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, നിന്റെ ഏറ്റവും വലിയ ആശയം എന്ത്, നിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നത് എന്റെ നാഥനോട് കൂടി, എന്റെ തമ്പുരാനോട് കൂടി ചേർന്നിരിക്കണം, അതിനപ്പുറം വേറെ ഒന്നും ഇല്ല. अगर कोई भी
मुझे आके पकड़ के पूछे कि तुम्हारा बहुत बड़ा लक्ष्य क्या है, तुम्हारा बहुत बड़ा गोल क्या है, तो मैं कहूंगा कि मुझे प्रभु यीशु मसीह के साथ रहना है, उनके साथ चलना है। ഈ ലക്ഷ്യമില്ലാത്ത, ഈ പ്രത്യാശയില്ലാത്ത ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്ത്യാനി അല്ല, ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ യോഗ്യരല്ല. जो इस आशा के बिना है वो क्रिश्चियन है करके बोलने का लायक नहीं है। അല്ല, എന്തിനാ യേശുവിനെ പറയാൻ നിങ്ങൾ നടക്കുന്നത്? आप क्यों यीशु के पीछे चल रहे हैं? യേശു എനിക്ക് എന്തെങ്കിലും ഇവിടെ എനിക്ക് പൈസ തരുമെന്നാണോ, സൗഖ്യം തരുമെന്നാണോ, അല്ലെങ്കിൽ വലിയ ബെട വണ്ടി തരുമെന്നാണോ, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ എത്തും, ഇതിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? कुछ स्थान के लिए या गाड़ी के लिए या कुछ पैसे के लिए इसलिए हम चल रहे हैं क्या? പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊന്നുമല്ല നമ്മുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കേണ്ടത്. ഹൃദയത്തെ അങ്ങ് എന്താ പറയുന്നേ, നമ്മൾ പറയും ഹൃദയം നിറഞ്ഞുള്ള സന്തോഷം. ഇതെല്ലാം എന്റെ നാഥൻ വരാറായി, എന്റെ അരുമനാഥനോട് ചേരേണ്ട സമയമായി എന്നുള്ളതായിരിക്കണം നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. हमारे मन में बस एक बात की उत्साह होना चाहिए, हमारा दिल उमड़ना चाहिए एक ही बात को सोच के कि मेरा प्रभु आने वाला है। നിങ്ങൾ ഒരു ദിവസം നമ്മൾ ഒരു നോർമലി ഒന്ന് ചിന്തി, ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങിയിട്ട് എഴുന്നേറ്റത്? എഴുന്നേറ്റപ്പം മുതൽ ഈ സമയം, ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് തുടങ്ങിയ സമയം വരെ, അല്ലെങ്കിൽ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയം വരെ ആരും കയ്യും പൊക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളോട് ചോദിക്കുക, ഒരു പ്രാവശ്യമെങ്കിലും നാഥാ നീ എപ്പോഴാ വരുന്നേ, നിന്റെ കൂടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? आज आप नींद से उठे हुए समय से लेके अभी इस मीटिंग में ज्वाइन होने तक कोई भी अपने मीन्स आज के इस दिन में कोई भी ऐसा सोचा है या प्रभु से पूछा है कि प्रभु कब आप आने वाले हैं, मैं आपके साथ जाना चाहता हूँ, ऐसे कोई सोचे हैं? किसी ने कहा है? हाथ उठाने की जरूरत नहीं, अपने मन में ही सोचे। ചിന്തിച്ചോ? ऐसे किसी ने सोचा? യേശു നിങ്ങളുടെ ആരാ? पास्टर साउंड വരുന്നില്ല. യേശു നിങ്ങളുടെ ആരാ? यीशु आपका कौन है? ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, നിങ്ങൾക്ക് പല ഫ്രണ്ട്സ് കാണും. ഏറ്റവും അടുത്ത ആള് കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങള് നിങ്ങൾക്കുണ്ടോ? मैं बहुत बार बोलता हूँ, जो आपके बहुत ही करीबी दोस्त है उसके बारे में ना सोचने वाला कोई भी एक दिन है क्या? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവനെ ഓർക്കാത്ത നിമിഷങ്ങൾ ഉണ്ടോ? ऐसा कोई भी एक दिन है जब आप उसके बारे में नहीं सोचते हैं? ഇപ്പോഴത്തെ സമയത്ത് വാട്സപ്പിൽ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് വരുമ്പോൾ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ വരുമ്പോൾ ആദ്യം ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഇമോജി എന്തേലും, മീൻസ് ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അതെങ്കിലും ഒന്ന് വിടത്തില്ലേ നിങ്ങള്? अभी के हमारे जमाने में जो इंस्टाग्राम, व्हाट्सएप, फेसबुक वगैरह है, तो अगर हम बात नहीं कर पाए तो भी गुड मॉर्निंग या कोई इमोजी भेज के हम उनसे संबंध कर लेते हैं। ഞാൻ നിങ്ങളുടെ മുഖങ്ങൾ കാണുന്നില്ല, രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും വീഡിയോ. ഇറ്റ്സ് ഓക്കെ, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഇതായിരിക്കാം, ഇറ്റ്സ് ഓക്കെ. എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് അല്ലേ, ഇത് ഒരു നോർമലി യേശുവിന്റെ ഒക്കെ കാര്യം വിടും, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ ഒരു ഓർക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ നിങ്ങൾക്ക്? मैं आप लोगों के चेहरे को नहीं देख पा रहा हूँ, लेकिन फिर भी मैं आपसे पूछ रहा हूँ कि आपकी जो करीबी दोस्त जो है उसके बारे में ना सोचे हुए कोई भी एक दिन है क्या आपकी जिंदगी में? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഫ്രണ്ട് അല്ല, ചിന്തിക്കുന്നില്ലെങ്കിൽ. अगर आप उसके बारे में नहीं सोचते तो वो आपका करीबी दोस्त नहीं है। അല്ല,
അന്ന് തന്നെ അതിന് ഉത്തരം. ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. अगर आप नहीं सोचते हैं तो वो आपका करीबी दोस्त है करके बोल नहीं सकते. നിങ്ങളുടെ ഓർക്കത് അയ്യോ ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ വാട്സപ്പോ ഫോണോ ഒന്നുമില്ലാത്ത കാലങ്ങളായിരുന്നു ചെറുപ്പകാലം. हमारे जो बचपन के दिन जो है वो फोन या ऐसा कुछ भी हमारे पास नहीं था. പക്ഷെ എന്നിരുന്നാൽ പോലും സ്കൂളിലൊക്കെ പോകുമ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ആ ഫ്രണ്ട് അവനെ കണ്ടില്ലെങ്കിൽ ആ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം വന്നില്ലെങ്കിൽ മനസ്സിന്റെ അകത്ത് ഭയങ്കരമായ വേദന. അയ്യോ എവിടെ പോയി, എങ്ങനെ അറിയും, അയ്യോ കാണാനില്ലല്ലോ, ഇന്ന് വരേണ്ടതല്ലേ, എന്താ പറ്റിയെന്നുള്ളത് എപ്പോഴും. എന്നാലും അവൻ എന്നെ ഇന്ന് വരാഞ്ഞത് കാണാഞ്ഞത് എന്നുള്ള ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. लेकिन फिर भी जब स्कूल में कॉलेज में जाते हैं तो जो करीबी दोस्त है अगर हम उसे नहीं देखते उस दिन तो हमारे मन में बहुत ही दुख और एक उदासी आ जाता है कि क्या हो गया है उसे, वो क्यों नहीं आया, ऐसा चिंता हमारे मन में आ जाता है. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ? आप लोगों को ऐसा होता है क्या? यस पास्टर जी. आवाज क्लियर नहीं है, क्या പറഞ്ഞേ? क्या बताए? और Yes, yes. ऐसे होते हैं पास्टर जी. हाँ ऐसे होते हैं. नहीं होते हैं तो आसपास का एक डॉक्टर का पास जाना जरूरी है. ഓക്കെ, ഒത്തേ അങ്ങനെ ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. എന്നാലേ എനിക്കൊരു ആഴമേറിയ സ്നേഹബന്ധം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. होता है, अगर वो हमारा करीबी दोस्त है तो पक्का हमें उसके बारे में एक चिंता और ख्याल आता है. അതുപോട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാതിരിക്കുമോ ഒരു ദിവസം, ഒരു സമയത്ത് പോലും? क्या आप आपके माता पिता के बारे में ना सोचने वाला कोई भी एक दिन है क्या? നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുന്ന ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? आपके भाई बहनों के बारे में ना सोचने वाला दिन है क्या? നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ, ഭാര്യ ഭർത്താവ്, മീൻസ് അവരെ കുറിച്ച് ചിന്തിക്കാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ, ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ? अगर आप विवाहित हैं तो पति पत्नी के बारे में या पत्नी पति के बारे में ना सोचने वाला कोई दिन है क्या? എന്റെ ഭാര്യ, ഞാൻ എവിടെ യാത്ര ചെയ്യും, പല സ്ഥലങ്ങളിൽ പോകും, പക്ഷെ എല്ലാ നിമിഷവും ഉള്ളിന്റെ ഉള്ളില് ഇങ്ങനെ ആ ഒരു ചിന്ത എപ്പോഴും ഒരു സൈഡിൽ, ഹൃദയത്തിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക. मैं बहुत जगह यात्रा करता हूँ, आगे पीछे जाता हूँ, लेकिन तब भी मेरे मन के अंदर ही अंदर कहीं ना कहीं मैं अपनी बीवी के बारे में सोचता हूँ. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എല്ലാവർക്കും അങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. ചിലപ്പം മീറ്റിങ്ങിന്റെ ഉള്ള സമയങ്ങളിലൊക്കെ ചിലപ്പം വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു ഇപ്പം ഒരു സൈഡിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഉടനെ പറയണ്ട, എൻ്റെ ഉള്ളിൽ ഒരു ഭാരം പോലെ അത് തോന്നുന്ന സമയങ്ങളുണ്ട്. कभी ऐसा भी अवस्था आता है जब मेरी बीवी शायद कुछ बीमार होगी या कुछ दर्द में होगी, वो मेरे को खुल के नहीं बताई होगी, लेकिन मेरे अंदर मेरे को वो पता चल जाता है, एक दर्द और एक उदासी मेरे अंदर आ जाता है. തിരിച്ചും അങ്ങനെ തന്നെയാണ്. वापस भी वैसा ही है. അതൊരു ടെലിപ്പതി എന്ന് പറയുന്നത് പോലുള്ള ഒരു 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 സംഭവമാണ്. ടെലിപ്പതി നിങ്ങൾക്ക് ഞാൻ വരുന്ന ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആ ഒരു ആ സ്നേഹബന്ധത്തിന്റെ ആഴത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പം ഒരാൾക്ക് വിഷമം തോന്നുന്നുവെങ്കിൽ പറയേണ്ട കാര്യമല്ല, അദ്ദേഹത്തെ കുറിച്ചുള്ള ആ സ്നേഹം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഉള്ളിലും ആ ഒരു ഫീലിംഗ് എങ്ങനെയോ വന്നു ചേരും. वो जो है एक कनेक्शन है, प्यार के संबंध से जो हमारे अंदर एक दूसरे के बारे में होने वाला एक कनेक्शन है, जो कि बिना बताए ही एक दूसरे समझ लेते हैं. ഞാൻ പറഞ്ഞ സാരം, യേശുവുമായിട്ടുള്ള ബന്ധവും ഇത് തന്നെയല്ലേ വേണ്ട, ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാകേണ്ടത്? मैं यही पूछना चाहता हूँ कि प्रभु यीशु मसीह के साथ भी हमारा ऐसे ही बंध होना चाहिए ना?
ഞാൻ ഇന്ന് ചോദിച്ചു, ഇന്ന് നിങ്ങൾ രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷം ഈ നിമിഷം വരെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മനാഥനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ടു, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു, എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു, അറ്റ്ലീസ്റ്റ് സംസാരിച്ചില്ലെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വാട്സപ്പിൽ ഒരു ഹായ് എങ്കിലും പറഞ്ഞു? इसीलिए मैंने पहले पूछा आप लोगों से कि जब आप आज नींद से उठे तो क्या आपने यीशु मसीह के बारे में सोचा, या कुछ भी आपने अपने मन में सोचा या चिंता किया? ചിന്തിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് ഞാനോ നിങ്ങളോ യോഗ്യരല്ല. अगर आपने ऐसा चिंता नहीं किया है तो हम क्रिस्टियानी है या क्रिश्चियन है बुलाने का लायक नहीं है. ഞാൻ പറഞ്ഞ സാരം, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ, ആശ എന്ന് പറയുന്നത് അരുമനാഥനോട് അല്ലെങ്കിൽ യേശുവിനോട് കൂടെ ഇരിക്കാനുള്ള വാഞ്ചയാണ്. मसीही जीवन का एक बहुत बड़ा आधार जो है वो प्रभु यीशु मसीह के साथ बने रहने का वो बहुत ही बड़ा जो इच्छा होता है वही है. ഈ വിഷയമാണ് നമ്മളെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ നമ്മൾ വായിച്ചത്, നിങ്ങൾ എല്ലാവരും ഈ ഭാഗം നിങ്ങൾ ശരിക്കും വായിക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾ വായിക്കുക. അടുത്ത ആഴ്ച നമ്മൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പല വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കും. ഇന്ന് ഞാൻ പെട്ടെന്ന് കുറച്ച് സമയം ഒരു ഉപമയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ട്, ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഉപമയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക്. इसी के बारे में हम आने वाले दिनों में चिंता करने वाले हैं. जो अध्याय मैंने आज आपको बताया है सब लोग वो उसे पढ़िएगा. आने वाले दिनों में उसी अध्याय के आधार पर हम आगे पढ़ेंगे. लेकिन आज मैं आपको एक दृष्टांत को बताकर कुछ बातों को बताना चाहता हूँ. मत्ती समाचार चैप्टर 25 एक से लेकर उसका 13 तक. ओके, ഈ ഉപമ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം. ये दृष्टांत जो है वो आप सबने पढ़ा होगा, आप लोगों ने सुना भी होगा. ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ? कोई ऐसा है जिसने पढ़ा नहीं है या सुना नहीं है? ഉണ്ടെങ്കിൽ പറയാം. अगर है तो आप बोल सकते हैं. അപ്പൊ എല്ലാരും കേട്ടിട്ടുണ്ട്. इसका मतलब सब लोग सुने हैं. ഞാൻ അങ്ങനെ ചോദിച്ചത് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലം പറയാതിരിക്കാൻ വേണ്ടിയാണ്. मैंने इसलिए पूछा ताकि अगर सब लोग सुने हैं तो मैं उसके बारे में ज्यादा गहराई पे नहीं बोलना चाहता. 10 കന്യകമാരെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. उसमें हम कुंवारियों के बारे में देखते हैं. അതിനകത്ത് ആദ്യമേ എഴുതിയേക്ക 2-ാം വാക്യം 5 പേര് മണ്ടന്മാരായിരുന്നു, മൂഢന്മാരായിരുന്നു. 5 പേര് ബുദ്ധിയുള്ളവരെന്ന് ആദ്യമേ എഴുതി വെച്ചിരിക്കുക. उसमें पहले ही लिखा गया है कि 5 लोग जो हैं, 5 कुंवारी जो हैं वो मूर्ख हैं. അങ്ങനെയാണോ? ऐसा है क्या? ഞാൻ അങ്ങനെ വായിക്കുമെന്നുള്ളവർക്ക് 5 പേര് ബുദ്ധി ഇല്ലാത്തവർ, അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാ ഈ 5 ബുദ്ധി ഇല്ലാത്തവരെ തെരഞ്ഞെടുത്തത്? अगर 5 मूर्ख लोग हैं तो प्रभु ने क्यों 5 को चुना है? അതല്ല, അത് എഴുത്തുകാരന്റെ ആ ശൈലിയാണ്. ഏതോ ഒരു കാര്യം നടക്കാഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ രീതി അനുസരിച്ച് അവര് ഏതോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഏതോ ഒരു കാര്യം അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചു, ഇതൊന്നും ചെയ്യാഞ്ഞത് കൊണ്ട് അവർക്ക് വന്ന അനുഭവം അവിടെ താഴെ വിവരിക്കുന്നു. അതിന്റെ ആകത്തുകയായിട്ട് എഴുത്തുകാരൻ പറയുവായിരുന്നു, ഇവര് 5 പേര് എന്നാ പറ്റി, അവര് മണ്ടന്മാരായിരുന്നു, മൂഢന്മാരായിരുന്നു എന്ന്. वो उन 5 कुंवारियों को जो दिया हुआ एक बात था, सौंपा हुआ कुछ चीज था जो वो लोग नहीं कर पाए, तो इसी की वजह से नीचे जो लिखने वाला लेखक जो है वो उसको मूर्ख के रीति में नीचे उसे विशेषण करता है. ഓക്കെ, 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, എന്തെന്നാൽ മൂഢന്മാർ, അതായത് മൂർഖ ആയിട്ടുള്ളവര് തങ്ങളുടെ വിളക്കുകൾ എടുത്തപ്പോൾ അവരോടൊപ്പം എണ്ണ എടുത്തില്ല എന്ന് പറഞ്ഞാണ് 3-ാം വാക്യം പറയുന്നത്. तीसरे अध्याय में लिखा गया है कि वो जो 5 कुंवारियां थी उन्होंने अपने दीपक लेते समय उसके साथ तेल नहीं लिया करके. ഓക്കെ,
നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 10 പേരെ കാണും. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും. इसमें हम 10 कुंवारियों को देख सकते हैं। 5 जो हैं वो बहुत ही बुद्धिशाली और 5 जो हैं वो निर्बल। ഇവർ എന്നാണ് യാത്ര തുടങ്ങിയതെന്ന് അറിയാമോ? ये कब अपने यात्रा को आरंभ किया आप जानते हैं? തുടങ്ങിയപ്പോൾ ഇവരുടെ എല്ലാം കയ്യില് എണ്ണ ഉണ്ടായിരുന്നോ? जब ये लोग अपना यात्रा आरंभ किए तब उनके पास तेल था क्या? വിളക്കുണ്ടായിരുന്നോ? തീ ഉണ്ടായിരുന്നോ? എണ്ണ ഉണ്ടായിരുന്നോ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. തുടങ്ങിയപ്പോൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. क्या इनकी यात्रा आरंभ करते समय इनके पास तेल, दीपक और ये सब उनके हाथ में था या नहीं, ये हमें चिंता करने की जरूरत है। ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇവര് യാത്ര ആരംഭിച്ചത് ഒരേ വരെ. നമ്മൾക്ക് ഈ ഓട്ട മത്സരം, നമ്മള് സ്പ്രിന്റ് ഇനങ്ങൾ അല്ലെങ്കിൽ സ്കൂളില് അല്ലെങ്കിൽ കോളേജിൽ ഒളിമ്പിക്സ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും മത്സരം, ഓട്ട മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പ്രിന്റ് ഇനങ്ങൾ മീൻസ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം. हम लोग ने जो है अलग अलग प्रकार की जो दौड़ को हमने देखा होगा। ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാ? ये कहाँ से आरंभ करते हैं दौड़ को? ഒരാളത്തോടെ കുറച്ച് മുമ്പിൽ നിന്നും ഒരാളെ കുറച്ച് പുറകിൽ നിന്നുമാണോ? कुछ लोग आगे से कुछ लोग थोड़ा पीछे से ऐसे आरंभ करते हैं क्या? നോ, ഒരേ ലൈനിൽ നിന്നല്ലേ തുടങ്ങുന്നത്? नहीं, सब लोग एक ही स्थान से शुरू करते हैं। ഓക്കെ, ഒരു ലൈനിൽ നിന്നാണ്, ഒരേ ലൈനിൽ നിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. एक ही लाइन से वो सब शुरू करते हैं। അല്ലെ? എല്ലാവരും കാലെല്ലാം വെച്ച് ഇങ്ങനെ നിന്ന് അവർ സ്റ്റഡി ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നിട്ട് തോക്കിൽ നിന്ന് ഗണ്ണിൽ നിന്ന് സൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ എല്ലാവരും ഓട്ടം തുടങ്ങുകയും. आप लोगों ने देखा होगा सब लोग जिस प्रकार दौड़ने के लिए अपने आप को रेडी करते खड़े होते हैं और जैसे ही जो चिन्ह उनको बताया गया है वो चिन्ह बताते ही कैसे वो दौड़ने के लिए तैयार हो जाते हैं। ഈ 10 പേരും ഓട്ടം തുടങ്ങിയത് ഒരേ ലൈനിൽ നിന്ന് തന്നെ. ये 10 कुंवारियां भी एक ही साथ एक ही लाइन से अपनी दौड़ को शुरू की। തുടങ്ങിയപ്പോഴും ഇവരുടെ കയ്യിൽ കുപ്പിയുണ്ട്, തീ ഉണ്ട്, അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യം, എണ്ണയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. जब इन्होंने अपना दौड़ शुरू किया तो इन सब के पास दीपक, तेल सब था। അതില്ലാതൊന്നും, പ്രത്യേകിച്ച് യേശുവാണ് ഈ ഉപമ പറയുന്നത്, ഇല്ലാതെ 5 പേരെ തെരഞ്ഞെടുത്തതല്ല. तेल या दीपक के बिना किसी को चुना नहीं है। ഈ ഉപമയുടെ കേന്ദ്രമായ വിഷയം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലിരിക്കുന്ന എണ്ണ തീർന്നു പോയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കേന്ദ്രമായ വിഷയം എന്ന് പറയുന്നത്. इस दृष्टांत का मुख्य जो केंद्र बिंदु जो है वो यही है कि इनके पास जो तेल था वो खत्म हो गया। പ്രശ്നം എവിടെ? इसका प्रॉब्लम कहाँ है? ഇത് എവിടെ പോയി? ये तेल कहाँ गया? എവിടോ വീണു പോയോ? कहीं गिर गया क्या? അതോ എവിടെങ്കിലും മറിച്ചു വിറ്റോ? और किसी और को हम उसे दे दिया? ഇതാണ് നമ്മൾ ഈ ഉപമയിൽ നിന്ന് പഠിക്കേണ്ടത്. यही हम आज सीखने जा रहे हैं। ഒരു ഉദാഹരണം പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നോട്ടെ. നിങ്ങൾക്ക് ഇത് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പൗലോ കൊയ്ലോയുടെ ഒരു ബ്രസീലിയൻ സാഹിത്യകാരന്റെ ഒരു ബുക്കുണ്ട്. एक उदाहरण मैं देना चाहता हूँ। एक जो സയന്റിസ്റ്റ് അല്ല, ഒരു ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോ, പേരൊന്ന് പറയണ്ട, ഒരാളുടെ ബുക്ക്, ഒരു സാഹിത്യകാരന്റെ ബുക്ക്. हाँ, एक बुक के तौर से मैं उदाहरण को देना चाहता हूँ। ഇത് ആൽക്കമിസ്റ്റ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. एल्केमिस्ट है इस बुक का नाम। ये शुरू होता है ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നു. ये शुरू होता है ऐसे बोल के कि एक गुरु के पास एक शिष्य आता है सीखने के लिए। ചേല. हाँ, चेला सीखने के लिए आता है। അപ്പം ആദ്യത്തെ ദിവസം ഗുരു പറഞ്ഞു, അവന്റെ കയ്യിൽ ഒരു സ്പൂണും അതിന്റെ അകത്ത് ഈ നിറച്ച് എണ്ണയും കൊടുത്തിട്ട് പറഞ്ഞു, നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക,
എല്ലാം വൈകുന്നേരം ആവുമ്പം ഈ നഗരം അവൻ താമസിക്കുന്ന സ്ഥലവും ചുറ്റുപാടും എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. पहले दिन गुरु जो है अपने चेले को बोलता है, एक चम्मच देता है और उसमें तेल देके उसे बोलता है कि तुम्हारे आसपास जो भी जगह है वो घूम के देख के आ जाओ करके। അവൻ രാവിലെ പോയി വൈകുന്നേരമായപ്പോ തിരിച്ചു വന്നു. वो सुबह जाता है और शाम को वापस आता है। ഗുരു ചോദിച്ചു, നീ എന്ത് കണ്ടു? गुरु उससे पूछता है कि तुमने क्या देखा? പറഞ്ഞു, അയ്യോ മനോഹരമായ നഗരം, അവിടുത്തെ പാർക്കുകള്, അവിടുത്തെ വലിയ വലിയ പാലസുകള്, കൊട്ടാരം, റെസ്റ്റോറന്റുകൾ, ഇങ്ങനെ പല പല സാധനങ്ങൾ. നിങ്ങളുടെ ഏരിയ ചിന്തിച്ചാൽ മതി. ഇതെല്ലാം കണ്ടു, എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. वो बोलता है कि बहुत ही सुंदर नगर को देखा, बहुत बिल्डिंग्स को देखा, पार्क देखा, ऐसे जो भी थे वो सब वो बताता है। എന്നിട്ട് ഗുരു ചോദിച്ചു, നിന്റെ കയ്യിൽ നിന്ന ഞാൻ സ്പൂണിന്റെ അകത്ത് എണ്ണ തന്നില്ലേ, ആ എണ്ണ എന്തിയെ? फिर गुरु उससे पूछता है कि मैंने चम्मच के अंदर जो तेल था वो कहाँ है? അപ്പോഴാണ് അവന് നോക്കിയത്, എണ്ണ കാണാനില്ല. तभी वो ध्यान देता है कि उस चम्मच में तेल नहीं है, എണ്ണ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. तेल कहीं नष्ट हो गया। ഇതൊക്കെ കാണുന്നതിന്റെ തിരക്കിനിടയിൽ എണ്ണ നഷ്ടപ്പെട്ടു പോയി. जो सुंदरता और बाकी चीजों को ध्यान देते समय हाथ में जो तेल था वो कहीं खो गया। ഗുരു ദേഷ്യപ്പെട്ടു. പിറ്റേ ദിവസം ഒരവസരം കൂടെ കൊടുത്തു. गुरु फिर से दूसरे दिन उसे एक और अवसर देता है। അതുപോലെ തന്നെ രാവിലെ സ്പൂണും എണ്ണയും കൊടുത്തു വിട്ടു. वैसे ही सुबह उसको चम्मच और तेल देता है। വൈകുന്നേരം കടന്നു വന്നു. शाम को वापस आता है। ഗുരു ചോദിച്ചു, നീ എന്ത് കണ്ടു ഇന്ന്? गुरु फिर से पूछता है कि तुमने आज क्या देखा? അയ്യോ, ഞാനൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞു. वो बोलता है कि मैंने आज कुछ भी नहीं देखा। അതായത് എണ്ണ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ട് എനിക്ക് ചുറ്റുപാടുള്ളത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. वो बोलता है कि मैं अपने तेल पे ध्यान दे रहा था, इसके वजह से मैं और कुछ देख नहीं पाया। അപ്പൊ ഗുരു പറഞ്ഞു, ഇതാണ് ഒന്നാമത്തെ പാഠം, ഒന്നാമത്തെ ലെസൺ ഇതാണ്. നീ എന്തും കണ്ടോളൂ, നീ കാണാതിരിക്കുമെന്നും വേണ്ട, നീ കണ്ടോളൂ. പക്ഷെ നിന്റെ കയ്യിലിരിക്കുന്ന എണ്ണയെ കുറിച്ചൊരു ഏകാഗ്രത നിനക്ക് വേണം. അതാണ് ആ ഗുരു പറഞ്ഞ് ഉപദേശിച്ചത്. गुरु से बोलता है कि यही है तुम्हारा पहला पाठ, जो है तुम कुछ भी देख सकते हो। ये नहीं बोलूंगा मैं कि तुम उसमें ध्यान ना दो ना देखो, लेकिन जो तुम्हें दिया गया तेल जो है उसकी ओर ध्यान देना है, वही पहला बात है। പലതും കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലുള്ള എണ്ണ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. जब हम बहुत कुछ बातों को ध्यान देते हुए सोचते हुए आगे बढ़ते हैं तो हमारे हाथ में दिए हुए तेल को हम भूल जाते हैं, वो नष्ट हो जाता है। ഇവിടെയും ഈ 5 പേർക്ക് സംഭവിച്ചത് അതാണ്. यहाँ भी ये जो 5 कुंवारियों के साथ भी यही हुआ। ഇവര് തുടങ്ങിയപ്പോ ഇവരുടെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു. जब इन्होंने शुरू किया तो इनके पास तेल था, പക്ഷെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, അല്ലെ അവസാന ടൈമിൽ വരുമ്പോൾ ഇവരുടെ കയ്യിലുള്ള എണ്ണ കാണാനില്ല. लेकिन जब आखिरी समय की ओर आते हैं तो उनके पास जो तेल है वो खत्म हो जाता है। അതുകൊണ്ടാണ് 13-ാം വാക്യത്തിൽ പറഞ്ഞ്, നാളും നാഴികയും അറിയാത്തതിനാൽ ഉണർന്നിരിക്കുവിൻ, ഏകാഗ്രതയുള്ളവരായിരിക്കും, ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. इसलिए वचन में लिखा गया है कि समय के बारे में बहुत ही चिंतित और उसके बारे में ज्ञान वाले हो। തേരായത് 25-ന്റെ 13-ാം വാക്യം. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. इसलिए तुम उस दिन को जानते हो और उस घड़ी को जान रखो। ഓക്കെ, ഞാൻ പറഞ്ഞു ക്രിസ്തീയ ജീവിതം ഒരു നമ്മള് ഇതുപോലുള്ള ഒരു ഓട്ടക്കളത്തിലാണ്, ഒരു ഓട്ടക്കളം അല്ലെങ്കിൽ ഒരു യാത്രയാണ്. हेलो, ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. हमारा जो मसीही जीवन जो है वो एक हमारा यात्रा है। ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ ചേരണം, അതായത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം, കർത്താവിനോട് കൂടെ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. जैसे मैंने पहले बताया कि हमारा आशा जो है वो प्रभु यीशु मसीह के साथ बने रहना और प्रभु यीशु मसीह के साथ उठाए जाना है। ആ യാത്രയിൽ അവിടം വരെ എത്തണമെങ്കിൽ എന്നും ഞാൻ ഉണർവുള്ളവരായിരിക്കണം എന്നാണ് ഈ ഉപമ പറയുന്നത്. ये दृष्टांत हमें यही बताते हैं, अगर हमें प्रभु यीशु मसीह के साथ बने रहना है और उठाया जाना है तो हम हमेशा
जागृत हो वाले बने रहने चाहिए। ഈ 10 പേർക്കും ഒരു മണവാളൻ ഉണ്ടെന്ന് അറിയാം. ये 10 कुंवारियों को भी एक दुल्हा है ये जानते हैं। ഇല്ലാത്തവരാണോ? അതുകൊണ്ടാണല്ലോ മണവാളനെ എതിരേക്കാനാണ് ഈ 10 പേരും പോയത്. अपने दुल्हा को सामना करने के लिए ही ये लोग गए थे। അല്ലേ? നമ്മള് കല്യാണത്തിനൊക്കെ ബറാത്ത് വരുമ്പോ ബറാത്ത് എതിരേൽക്കാൻ വേണ്ടി അയ്യോ വരുന്നേ മണവാളം വരുന്നു ബറാത്ത് വരുന്നു കൊട്ടും ഇതും കേൾക്കുമ്പോ അതിനുവേണ്ടി പോയതാണ് ഇവരെല്ലാം. जब शादी चलता है तो बारात आता है, तो बारात में दुल्हा को स्वागत करने के लिए लोग जाते हैं। वैसे ही ये कुंवारियां गए थे। जब दूल्हे के आने में देर हुई तो वह सब ऊँघने लगी और सो गई। മയക്കം പിടിച്ച് ഉറങ്ങി. वो सब ऊँघ कर सो गए। ഈ ഉറക്കമാണ്, മയക്കം പിടിച്ചുള്ള ഉറക്കമാണ് ഒരു പക്ഷേ ഇവരുടെ എണ്ണ നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ये ऊँघ कर सोने की वजह ही है जो उनके पास तेल था वो नष्ट होने का कारण। അപ്പൊ അയ്യോ പാസ്റ്റർ ജി അങ്ങ് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? क्या पास्टर जी जब नींद आता है तो सोए बिना रह सकते हैं क्या? ആ ഉറക്കമല്ല ഞാൻ, നിങ്ങൾ ഉറങ്ങിക്കോ, ഉറങ്ങണം. मैं उस नींद के बारे में नहीं बोल रहा। जब आपको नींद आता है आप सो जाओ, सो सकते हैं। നമ്മുടെ ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്. ശൂലമി ഒരു തന്റെ മണവാളനെ തന്റെ നാഥനെ കാണാൻ വേണ്ട ആഗ്രഹത്തിൽ ഇങ്ങനെ പറയുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഉറങ്ങുന്നു എങ്കിലും അവന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. बाइबल में एक वचन बोलता है कि सोए हैं तो भी हमारा हृदय जो है वो जागा हुआ है, ഉണർന്നിരിക്കുന്നു, जगा हुआ है। അല്ലെ? ഞാൻ ഉറങ്ങുന്നു, എന്റെ ശരീരം ക്ഷീണം കൊണ്ട് ഉറങ്ങുമെങ്കിലും എന്റെ ഹൃദയം എന്റെ നാഥനോടുള്ള ബന്ധത്തിൽ, അവനോടുള്ള സ്നേഹബന്ധത്തിൽ ഉണർന്നിരിക്കണം. मेरा शरीर सोया है तो भी मेरा हृदय जो है वो प्रभु यीशु मसीह के उस प्यार के साथ हमेशा जगा हुआ होना चाहिए। അതാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. उसी को हम ये वास्तविक रूप से क्रिश्चियन बोल सकते हैं। അല്ലെ? എന്റെ ശരീരത്തിന് ക്ഷീണങ്ങളുണ്ട്, ശരീരത്തിന് ഭയങ്കര ദുഃഖങ്ങളും വേദനകളും, പക്ഷെ എന്റെ ഹൃദയത്തില് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ നാഥന്റെ വരവ് അല്ലെങ്കിൽ നാഥനോട് ചേർന്നുള്ള നിമിഷമായിരിക്കണം. हमारे शारीरिक तौर पे हमारे शरीर में बहुत से दर्द होंगे, दुख होंगे, थकाव होगा, लेकिन हमारा जो हृदय जो है वो हमेशा जगा होगा जब हम प्रभु यीशु मसीह के साथ उस आगमन को, उस प्रभु के प्यार के साथ हम बने रहते हैं। എന്റെ സമയം തീർന്നു. ഞാൻ 1-2 കാര്യം കൂടെ ആ ഉപമയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാക്കുകളെ നിർത്താം. രാത്രിയായപ്പോൾ മണവാളൻ വരികയാണ്. मैं एक दृष्टांत के आधार पर 1-2 बातों को बताकर बंद करना चाहता हूँ। जब रात हुआ तो दुल्हा आता है। എല്ലാവരും ചാടി എഴുന്നേറ്റു. 10 പേര് ഉറങ്ങുമായിരുന്നു, എല്ലാവരും ചാടി എഴുന്നേറ്റു. सब लोग जाग गए। എന്നിട്ട് അവരുടെ കയ്യിലുള്ള വിളക്ക് കത്തിച്ചു. वो लोग अपने जो दीपक को जलाने लगे। 5 പേരുടെ കത്തി, 5 कुंवारियों की दीपक जल गई। 5 പേരുടെ കത്തി കത്താൻ തുടങ്ങി, പക്ഷെ കെട്ടുപോകാനിടയായി തീർന്നു. और बाकी 5 की जली, लेकिन वो जल्द ही बंद हो गई। കാരണം അവർക്ക് എണ്ണയില്ല, ആ വിളക്കിന്റെ അകത്ത് എണ്ണയില്ലായിരുന്നു. क्योंकि उनके पास जो जितना तेल चाहिए था वो नहीं था। അവർ എക്സ്ട്രാ കരുതി അതും തീർന്നു. അതപ്പോഴാണ് നോക്കിയത്, അയ്യോ കത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവരെടുത്ത് നോക്കിയത്, അയ്യോ കയ്യിലുള്ള എണ്ണയില്ല, എന്നാ ചെയ്യും? जब वो जलाने लगे तभी उन्होंने ध्यान दिया कि हमारे पास जितना तेल चाहिए वो नहीं है। ഇതാണ് അവരുടെ ശ്രദ്ധക്കുറവ്. ഇവർക്ക് പറ്റിയ പാളിച്ച അല്ലെങ്കിൽ ഇവ പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞ ഇതാണ്, കയ്യില് ഇതൊക്കെ ഉണ്ടോ, എനിക്ക് ആവശ്യമുള്ള എണ്ണ ഉണ്ടോ എന്ന് നോക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. उनकी कमी या उनकी गलती यही थी, जितना तेल उन्हें चाहिए था वो उनके पास है या नहीं, वो ध्यान नहीं दे पाए। അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ആ ഉപമയുടെ 2 കാര്യങ്ങളൂടെ ഞാൻ പറയട്ടെ. രാത്രി മണവാളൻ വന്നു, കാത്തിരുന്ന 5 പേരെയും കൊണ്ട് മണവാളൻ കേറിപ്പോയി, വിരുന്നുശാലയിലേക്ക് പോയി വാതിലടയ്ക്കുകയും ചെയ്തു. रात को दुल्हा आया, जो जगे हुए थे, जिनके पास तेल था और जो स्वागत के लिए तैयार थे, उनके साथ दुल्हा चले जाता है.
ഇവരെ എണ്ണ തപ്പി എവിടൊക്കെയോ കടകളിൽ പോയി. ആ രാത്രിയിൽ ആ കടക്കാരൻ ഉണർന്നിരുന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും തിരിച്ചു വന്നിട്ട് ഈ കതകെ വിട്ട് കൊട്ടുവാണ്, നാഥ ഞങ്ങൾക്ക് വേണ്ടി കതകുകളെ തുറക്കണമേ. लेकिन जो बाकी 5 कुंवारियां हैं वो लोग फिर से उस दरवाजे की ओर खटखटाते हुए बोलते हैं कि हमें भी ध्यान दें, हमें भी अंदर लेके आए। അപ്പൊ അകത്തു നിന്നുള്ള മറുപടി കേട്ടായിരുന്നോ നിങ്ങള്? आप लोगों ने सुना था कि अंदर से क्या आवाज आया? എന്താ പറഞ്ഞേ? क्या बोला होगा? എനിക്ക് നിങ്ങളെ അറിയത്തില്ല. मैं तुम्हें नहीं जानता। ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഇത്രയും നാള് കാത്തിരുന്ന മണവാളൻ ഏറ്റവും ലാസ്റ്റ് വന്നു കഴിഞ്ഞ്, മണവാളൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കൂടെ പോകാൻ കഴിഞ്ഞില്ല, കതകെ തല്ലി തലതല്ലി കരയുമ്പോൾ അകത്ത് നിന്ന് പറയുക, എനിക്ക് നിന്നെ അറിയത്തേയില്ല. एक बार सोच के देखिए, जिस दुल्हा के लिए आप इतने साल इतने दिन तैयार के साथ इंतजार में थे, और जब वो दुल्हा आ गया तो ऐसा आवाज आपको आता है कि मैं तुम्हें नहीं जानता। അപ്പൊ ഇത്രയും നാൾ ആരെയാണ് ഇവർ കാത്തിരുന്നത്? तो किसको इतने दिन ये कुंवारियां इंतजार में बैठी हुई थी? किसके इंतजार में? എന്തിനു വേണ്ടിയാ ഇവർ ഓടിയത്? किस चीज के लिए ये लोग दौड़ रहे थे? किस बात के लिए दौड़ रहे थे? ഞാൻ തുടക്കത്തിൽ ഇതാണ് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളില് എന്താണ് നിങ്ങളുടെ പ്രത്യാശ? എന്റെ യേശുവിനോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്, അതോ വെറും ഒരു ക്രിസ്ത്യാനിയായിട്ട് പേര് ക്രിസ്ത്യാനി ഇങ്ങനെ നടന്നാ മതിയോ? इसीलिए मैंने सबसे पहले ये बात पूछा कि आपके अंदर का आशा क्या है, कि प्रभु यीशु मसीह के साथ बने रहना, उनके साथ रहना है, या ऐसे ही कैसे भी हमारी मसीही जिंदगी को हम बिताएं? കേവൽ നാമിൽ പേരിൽ ക്രിസ്ത്യാനി ഇത് മതിയോ നമുക്ക്? सिर्फ नाम में एक मसीही जिंदगी को बिताना है क्या? ഈ 5 പേരുണ്ടല്ലോ, വെറും നാമേ ഉള്ളൂ. മണവാളൻ വരുമെന്നറിയാം, മണവാളനെ അറിയാം, എല്ലാം അറിയാം. എണ്ണയുണ്ട്, തിളക്കമുണ്ട്, എണ്ണയുടെ കുപ്പിയുണ്ട്, എണ്ണ ഇല്ലായിരിക്കും, കുപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവസാനം ഇവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ये 5 जो है ये भी नाम के ही रहेंगे। इनके पास दीपक का, तेल का जो है बोतल भी था, लेकिन जब दुल्हा आया तो वो नहीं जा पाए। പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പഠനത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞില്ല, ഇതൊന്നും മനസ്സിലേക്ക് കയറാൻ വേണ്ടി മാത്രം പറഞ്ഞ. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളം തിളച്ചുകൊണ്ട് ഉണർന്നിരിക്കും. നാഥനോട് എത്രയും വേഗം ചേരണമെന്നുള്ള ആഗ്രഹം മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. इसलिए मैंने आज के प्रारंभ में मैंने और कुछ ज्यादा नहीं बताया, सिर्फ एक ही बात को आपके अंदर डाला है कि अगर आप मसीही जिंदगी बिताते हैं, अगर आप वास्तव में प्रभु यीशु मसीह के साथ रहना चाहते हैं, तो आपके अंदर ही अंदर एक बड़ा आशा होगा। आप उसी आशा में बने रहेंगे। ഞാൻ ആഗ്രഹിക്കുന്നത് വെറും ഒരു പേരിലുള്ള ക്രിസ്ത്യാനി അല്ല ആകേണ്ടത്. യേശുവിനോട് ചേർന്ന് നടക്കുന്ന, യേശുവിന്റെ കൈക്ക് പിടിച്ച്, അവന്റെ കാലുകളെ പിടിച്ച്, അവന്റെ കരങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി നമുക്ക് മാറാം. केवल एक नाम में मसीही बन के नहीं रहना है, बल्कि वास्तव में उनके साथ बने हुए, उनके साथ चलने वाले मसीही बन के हम आगे बढ़े। നിങ്ങൾ ചോദിക്കും, അയ്യോ പാസ്റ്ററെ, കുടുംബം, മക്കള്, ഭാര്യ, ഭർത്താവ് ഇതെല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? आप शायद सोचते होंगे कि मैं परिवार है, मेरे भाई बहन, माता पिता, मेरे बीवी बच्चे सब हैं, मैं कैसे ये कर पाऊंगा? നിങ്ങൾ ഹാനോക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? हानोक, आप लोगों ने हानोक के बारे में सुना होगा? എത്രയാണ് അവന്റെ ആയുഷ്കാലം എന്നറിയാമോ? ഉമർ എത്ര ആയിരുന്നെന്ന് അറിയാമോ? उसका जो उम्र कितना था आप जानते हैं? 365 365 years था। അതിനകത്ത് 65 വർഷം അവന്റെ കുടുംബവും പരിവാരമായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാം. പക്ഷെ അവിടെ എഴുതി 300 വർഷക്കാലം അവൻ യഹോവയോട് കൂടെ നടന്നു. उधर लिखा गया है कि 300 साल वो परमेश्वर के साथ साथ चला। അവന്റെ ഭാര്യയും മക്കളും ജോലിയും എല്ലാം ഉണ്ടായിരുന്നു. उसको बीवी बच्चे काम सब थे। പക്ഷെ 300 വർഷം അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവയോട് കൂടെ അവൻ നടന്നു, ദൈവത്തോട് കൂടെ നടന്നു. लेकिन फिर भी उधर लिखा गया है कि 300 साल वो प्रभु के साथ साथ बने रहा।
എന്നിട്ട് ഒരു വാക്കിവിടെ ഉണ്ട്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. और एक और वचन उधर लिखा गया है कि प्रभु ने उसे उठा लिया गया, इसलिए वो नहीं दिखा पड़ा। പുതിയ നിയമസഭയോട് ഇതാ പറയുന്നേ, ദൈവത്തോട് ചേർന്ന് നടന്നാൽ ഒരു ദിവസം അവൻ നമ്മളെ എടുക്കും, നമ്മളെ കാണാതാകും. इसलिए वचन में बताया गया है अगर हम प्रभु के साथ चलते हैं कि तो वो हमें भी उठा लेगा। നമ്മൾ കർത്താവിന്റെ വരവാ പഠിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏത് സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല, വരും. അവനോട് ചേർന്ന് നടക്കുന്നവരെ മാത്രമേ അവൻ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ നമ്മളെ കാണാതാവുകയും ചെയ്യും. हम प्रभु के आगमन के बारे में पढ़ रहे हैं। अगर हम प्रभु के साथ चलते हैं तो वो हमें भी उठा लेगा और दूसरे लोग देखेंगे तो हम नहीं दिख पड़ेंगे। യേശുവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവനോട് ചേർന്ന് നടക്കുക. अगर आपको प्रभु यीशु मसीह के साथ उठा लिए जाना है तो एक ही एक चीज करना है, उसके साथ बने रहना है, चलना है। ഈ 5 കന്യകമാരെ പോലെ ആകരുത്. इस 5 कुंवारियों के जैसे ना बने, ഉണർന്നിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. जगे हुए बने, ഉണർന്നിരിക്കണം. നമ്മുടെ ചിന്തകള് നമ്മളെ തെറ്റിപ്പോകുന്നതിനെ, അതിനൊക്കെ നമുക്ക് വിശദമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അവനോട് ചേർന്ന് നടക്കുക. ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഒറ്റ കാര്യം പഠിക്കുക, അവനോട് ചേർന്ന് നടക്കണം. ദൈവമേ, എനിക്ക് നല്ലൊരു അങ്ങുമായുള്ള ബന്ധത്തിൽ വളർന്നു വരും, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. हमेशा हमारे चिंता में, हमारे विचार में, हमारे हर एक बातों में हम एक ही एक विचार हमारे अंदर हो, आशा हो कि हम प्रभु मुझे आपके साथ बने रहना है। ऐसी प्रार्थना के साथ हम आगे बढ़े। ഓക്കെ, 1 തെസ്സലോനിക്കർ 4 നമ്മൾ വായിച്ച പാസേജ് അത് നിങ്ങൾ വായിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ അത് വായിച്ചുകൊണ്ടിരിക്കുക. വരവിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ കിട്ടുന്നത് വായിക്കുക. നമ്മൾ ഒന്നിച്ച് അടുത്ത ആഴ്ച മുതൽ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ആഴമായി പഠിക്കാം, ശ്രമിക്കാം. ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. ഇതുപോലെ സമയം തന്ന കർത്താവിന്റെ ദാസൻ, എന്നെ ക്ഷണിച്ച പ്രിയ ദേവദാസൻ, ടീം, ഈ മിനിസ്ട്രി, എല്ലാവരോടുള്ള നന്ദി. എന്നെ കേട്ടിരുന്ന പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. हमने जो प्रारंभ में जो हमने वचन पढ़ा था, 1 थिस्सलुनीय 4 का 13 से 18 तक, इसे हम पढ़े। आने वाले दिनों में हम इसी वचन के आधार पर बहुत सी बातों को सीखेंगे, पढ़ेंगे। प्रभु आप सबको आशीषित करे, प्रभु के दास को, इस टीम को, मुझे इतने देर सुनने में बैठे हुए सभी बच्चों को प्रभु यीशु मसीह के नाम से धन्यवाद देता हूँ। प्रभु सबको आशीषित करे, प्रभु की इच्छा के अनुसार हम आगे बढ़े। താങ്ക് യു. ട്രാൻസ്ലേഷൻ ചെയ്ത പ്രിയ സിസ്റ്ററിനോടുള്ള നന്ദിയെ അറിയിക്കും. प्रभु को धन्यवाद हो। प्रभु